ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്ട്സ്. നേരെ സിനിമ കണ്ടു. നേരെ സിനിമയുടെ റിവ്യൂ ആണ് ഈ വീഡിയോ. 2023 മോഹൻലാലിന്റെ ഏറ്റവും വലിയൊരു കംബാക്ക് മൂവി എന്നാണ് നേരെ സിനിമേനെ പറയുന്നത്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ജിത്തു ജോസഫാണ്. ദൃശ്യം, മെമ്മറീസ്, നമുക്ക് മലയാളികൾക്കൊക്കെ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ജിത്തു ജോസഫാണ് സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. സിനിമയിൽ തന്നെ ഒരുപാട് ആ ഫുൾ ലെങ്ത് സിനിമയിൽ വലിയൊരു റോളിൽ കൈകാര്യം ചെയ്യുന്ന അഹാന എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അവതരിപ്പിച്ച അഡ്വക്കേറ്റ് ശാന്തി മായാദേവിയാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. അവർ ദൃശ്യം 2 ലിയോ സിനിമയിലും ഒക്കെ അഡ്വക്കേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അനശ്വര രാജൻ, സിദ്ദീഖ്, പ്രിയാമണി, അങ്ങനെ ഒരുപാട് സ്റ്റാർസ് ഉള്ള ഒരു സിനിമയാണ്. ഇപ്പൊ സിനിമ തുടങ്ങുന്നത് അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന സാറ മുഹമ്മദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ലൈഫിൽ ഉണ്ടാവുന്ന വളരെ ബാഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റിൽ നിന്ന് ആണ് സിനിമ പ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു കേസും പിന്നെ വരുന്ന കോർട്ട് റൂം ഡ്രാമയിൽ കൂടെയാണ് സിനിമ ഡെവലപ്പ് ചെയ്തു പോകുന്നത്. വളരെ നൈസായിട്ടാണ് സിനിമ ഓരോ ഭാഗത്തും ഇങ്ങനെ ഡെവലപ്പായി പോകുന്നത്. നമ്മൾ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട് കുറേ ഭാഗത്ത്. ഇനി എങ്ങനെയായിരിക്കും, എന്താണ് ട്വിസ്റ്റ്. ഓൾറെഡി നമ്മൾ ജിത്തു ജോസഫിന്റെ സിനിമ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചായിരിക്കും സിനിമ കാണാൻ പോകുന്നത്. അത് അങ്ങനെയാണ്, എനിക്കങ്ങനെയാണ് ബേസിക്കലി. അതുപോലെ ഞാൻ അങ്ങനെ ഓരോ സീൻ കഴിയുമ്പോഴും ട്വിസ്റ്റ് പ്രതീക്ഷിച്ചാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ എന്നെ ഒട്ടും അസംതൃപ്തിയാക്കിയില്ല. നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സിനിമയായിരുന്നു. പിന്നെ മോഹൻലാലിന്റെ ആക്ടിങ് വൈസ് സിനിമയിലെ എല്ലാവരും ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അനശ്വര രാജന്റെ സാറ മുഹമ്മദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വർഷം കണ്ട സിനിമകളിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഈ സാറ മുഹമ്മദ്, അതായത് അനശ്വര രാജൻ ആക്ട് ചെയ്ത സാറ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. അടിപൊളിയായിരുന്നു. അവർ ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു അതിജീവിത റോള് നല്ല രസമായിട്ടായിരുന്നു കൈകാര്യം ചെയ്തത്. ഞാൻ ഇന്റർവ്യൂസ് കണ്ടപ്പോൾ മനസ്സിലായി വളരെ ഹോംവർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഓൺ സ്ക്രീനിലും ഉണ്ടായിരുന്നു. പിന്നെ മോഹൻലാൽ ഒന്നും പറയാനില്ല. മോഹൻലാൽ അടിപൊളിയാണ്, നമുക്കറിയാം. ഞാനൊരു വലിയ മോഹൻലാൽ ഫാനാണ്. മോഹൻലാൽ 2023 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് നേര്. സിദ്ദിഖ്, ആ ഒരു വില്ലനിസം സിദ്ദിഖിന്റെ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. ഏത് റോളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഭയങ്കര വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് സിദ്ദിഖ്. ഇപ്പോൾ വില്ലനായാലും കൊമേഡിയൻ ആയാലും ഇമോഷണൽ ആയിട്ടുള്ള ഒരു റോളായാലും ഒക്കെ സിദ്ദിഖ് അതുപോലെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. നേരിലും അങ്ങനെ തന്നെയായിരുന്നു. വളരെ നൈസായിട്ട് നമുക്ക് കുറച്ച് അവസാനമൊക്കെ എത്തുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിനോട് നല്ല ദേഷ്യം വരും. ആ ദേഷ്യം വരിക എന്നുള്ളതാണല്ലോ ആ ക്യാരക്ടറിൻ്റെ ഒരു വിജയം. അപ്പോൾ സിദ്ദിഖിൻ്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. ആക്ടിങ് വൈസ് ഒന്നും പറയാനില്ല. പിന്നെ സിനിമയുടെ കഥയാണെങ്കിലും ഡെവലപ്പ് ചെയ്തു പോകുന്ന രീതി, ഓരോ ട്വിസ്റ്റ് ടേൺസ്, ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു തവണയിലും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ പോലെയാണ് തോന്നിയത്. ഒട്ടും ഒരു നഷ്ടമില്ലാതിരുന്നൊരു സിനിമയായിരുന്നു നേര്. പിന്നെ ഈ അടുത്ത് ഞാൻ പിന്നെ കുറേ ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടു. നേരെ സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കോപ്പിയാണെന്നുള്ളത്. പക്ഷേ ഫൈനൽ സീൻസിലൊക്കെ ചെറിയൊരു സാദൃശ്യം തോന്നിയെങ്കിലും ഞാൻ കുറച്ച് ഇൻഡെപ്തായിട്ട് അത് കോപ്പിയാന്ന് പറഞ്ഞ സിനിമേനെ പറ്റി നോക്കിയപ്പോൾ സ്റ്റോറി പ്ലോട്ട് രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷെ സീൻസ് കുറേയൊക്കെ സെയിം ആയ പോലെ എനിക്ക് തോന്നി. എല്ലാവർക്കും തോന്നി. ഒബ്വിയസ്ലി വിഷ്ണു ശ്യാമാണ് സിനിമയുടെ BGM പാട്ട് എല്ലാം ചെയ്തത്. വളരെ ആപ്റ്റായിട്ടുള്ള BGMഉം ഒരു ത്രില്ലിങ് സംഭവമൊക്കെ കൊണ്ടുവരാൻ പറ്റി. നല്ലതായിരുന്നു. പിന്നെ ജഗദീഷിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ജഗദീഷ് ഈ ഇടയിട്ട് അവതരിപ്പിക്കുന്ന റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആക്കുന്ന തരത്തിലുള്ള റോൾസാണ് ജഗദീഷ് ഈ അടുത്തായിട്ട് അഭിനയിക്കുന്ന റോൾസ്. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് റോഷാക്കിന്നാണ്. അതിന് മുന്നേ ഉള്ള മൂവീസിൽ ഇത്രയും ഇമോഷണൽ റോൾസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടു തുടങ്ങിയത് റോഷാക്കിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ കണ്ട സിനിമയിലെല്ലാം ജഗദീഷിൻ്റെ ഒരു ക്യാരക്ടർ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ ഒരുപാട് ട്രോൾ ചെയ്തിരുന്ന ഒരു ആക്ടറായിരുന്നു ജഗദീഷ്. ഇപ്പൊ ജഗദീഷിന്റെ പാട്ടുകളെയും ജഗദീഷിന്റെ വേ ഓഫ് പ്രസന്റേഷനെയൊക്കെ നമ്മൾ ഒത്തിരി ട്രോൾ ചെയ്തിരുന്നു. നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ജഗദീഷിന്റെ ട്രോൾസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രോൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ജഗദീഷിന്റെ റോൾസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ
അയ്യോ, ഈ നേരിലാണെങ്കിലും നമുക്ക് ശരിക്കും സങ്കടം വന്നു പോകും ചില സീൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും രസമായിട്ടാണ് പുള്ളി അത് ചെയ്തേക്കുന്നത്. അപ്പോൾ ജഗദീഷിൻ്റെ ക്യാരക്ടർ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് ആ സിനിമയിൽ. അത്ര അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഓരോ സീൻസും, ചില സീൻസൊക്കെ ഭയങ്കര സങ്കടമാവും, നമുക്ക് ക്യാരക്ടറായിട്ട് നന്നായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ സിനിമയിലെ വില്ലൻ ക്യാരക്ടർ മൈക്കിൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല ദേഷ്യം വന്നു, നല്ല ഇടി കൊടുക്കാൻ തോന്നി ചില സമയത്ത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതാണ് ഒരു ക്യാരക്ടറിൻ്റെ വിജയം. അത് തന്നെയാണ് ആ മൈക്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളുടെ ഒരു വിക്ടറി ആ സിനിമയിൽ. പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്ന് വെച്ചാൽ കേസിൽ ആര് ജയിക്കുന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം, പ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ ജയിക്കണം എന്നാണല്ലോ. നമുക്ക് അവർ ജയിക്കുമ്പോഴാണല്ലോ ഒരു പ്രേക്ഷകരെന്ന് ഉള്ള നിലയിൽ നമുക്ക് ഒരു ഓക്കെ നൈസ് തോന്നുക. അതുകൊണ്ട് പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്ന് വെച്ചാൽ പ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ അത് പ്രഡിക്റ്റബിൾ ആയാലും അത് ഏത് രീതിയിൽ ആ സിനിമ പോകുന്നുള്ളതാണ് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സാധനം. എന്ന് വെച്ചാൽ ആ ട്വിസ്റ്റും ടേൺസും എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ആ സിനിമയുടെ പസിൽ സോൾവ് ചെയ്യുന്നതെന്നുള്ളതാണ് ആ സിനിമയെ നമ്മൾ കാണാൻ ഉണ്ടാക്കുന്ന ഒരു നമ്മൾ കാണാനുള്ള ഒരു റീസൺ. ആ ഒരു ട്വിസ്റ്റ് സോൾവിങ് എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ പസിൽ സോൾവിങ് എങ്ങനെയുള്ളതാണെന്നാണ്. അതും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ. നേരെ സിനിമ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കണ്ടത്. എന്തായാലും കണ്ടത് വെറുതെ ആയില്ല. ആക്ച്വലി കഴിഞ്ഞ വർഷം ഞാൻ ലാസ്റ്റ് കണ്ട ഒരു സിനിമ കൂടിയാണ് നേര്. 2023 നവംബർ 31 7:30 7:30 ഷോയിനാണ് ഞാൻ നേര് കണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ലാസ്റ്റ് കണ്ട ഒരു സിനിമയാണ്. അതൊരു ലാലേട്ടൻ്റെ അടിപൊളി മൂവിയാണ്. നേര് എത്തും കൂടി നമുക്കിങ്ങനെ ഓർമ്മയിൽ പറയാൻ പറ്റും. എന്നാലും നല്ലൊരു പടമായിരുന്നു. ഡീസൻറ്റ് മൂവി, വൺ ടൈം വാച്ചബിൾ, ഡീസൻറ്റ് അടിപൊളി മൂവി. അതാണ് എനിക്ക് നേരിനെ പറ്റി പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.